ഹായ്, വിജയ് മിൽട്ടൺ കഥ എഴുതി സംവിധാനം ചെയ്ത് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു മഴയെ പിടിക്കാത്ത മനിതൻ എന്നുള്ളത്. ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ വിജയ് ആന്റണി, അതുപോലെ തന്നെ ശരത് കുമാർ, സത്യരാജ്, മേഘ ആകാശ് തുടങ്ങിയവരൊക്കെയാണ് അണിനിരന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകൻ കഴിഞ്ഞ കാലമെല്ലാം മറക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവ്വം എന്നൊക്കെ പറയാൻ സാധിക്കും. എന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ആ ഒരു കഴിഞ്ഞ കാലമൊക്കെ മറക്കാനായിട്ട് ഒളിച്ചോടി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആൻഡമാൻ എന്ന് പറയുന്ന ഒരു റിമോട്ട് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഇനി കഴിഞ്ഞ കാലങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി ഒരു പുതിയ ലൈഫ് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കുറച്ച് ആളുകളൊക്കെ കടന്നു വരികയാണ്. ശേഷം അവരുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്നൊക്കെയാണ് ഏകദേശം ഒരു വൺലൈൻ എന്ന് പറയാൻ സാധിക്കും. ഇനി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കാതെ പോവുകയാണെങ്കിൽ തരക്കേടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആവറേജിനടുത്തുള്ള ഒരു ആക്ഷൻ സിനിമ കാണാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ചിത്രത്തിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത് വലിയ പുതുമയുള്ള ഒരു കഥയുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം പ്രേക്ഷകർ ഒരു ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പും കേട്ട് ശീലിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കൂടിച്ചേർന്ന ഒരു കഥയായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ സംവിധാനത്തിൻ്റെ കാര്യവും പറയണം. അതായത് സംവിധാനം തന്നെയാണ് കഥ, തിരക്കഥ ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എടുത്തിരുന്ന കഥ അത്യാവശ്യം എത്ര നമുക്ക് കേട്ട് ശീലിച്ചതാണെങ്കിലും ആക്ഷൻ സിനിമകൾക്ക് റിപ്പീറ്റായിട്ടുള്ള കഥകൾ നമ്മൾ അംഗീകരിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഒരു എടുത്തിരുന്ന കഥയെ ഒരു പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് സൃഷ്ടിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഒരു പിടിച്ചിരുത്തുന്ന രീതിയിലോ, ഒരു ഡയറക്ഷനിലൂടെ അത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയാൻ സാധിക്കില്ല. ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എസ്പെഷ്യലി പറയേണ്ടത് നമ്മളുടെ ശരത് കുമാറിൻ്റെയും സത്യരാജിൻ്റെയും ക്യാരക്ടേഴ്സാണ്. ആ ഒരു കഥാപാത്രത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻസ് ഇല്ല. കൂടാതെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കാലത്ത് എന്തൊക്കെയോ നായകന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആയിരുന്നു, അതൊന്നും തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്നില്ല. കാരണം അടുത്ത പാർട്ടിൽ കാണിക്കുക എന്ന് പറഞ്ഞാണ് എൻഡ് ചെയ്യിച്ചിരിക്കുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമ ഈ ഒരു മാസം ആദ്യ വാരത്തിൽ ഇറങ്ങിയ സിനിമയാണ്. തിയേറ്ററുകളിൽ ഒരു വമ്പൻ ഒരു പരാജയം നേരിട്ടിട്ട് പെട്ടെന്ന് തന്നെ OTT-യിൽ എത്തിയിട്ടുള്ളൊരു ചിത്രമാണ്. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് ഇനി സെക്കൻഡ് പാർട്ടൊന്നും ഉണ്ടാകില്ല. ഫസ്റ്റ് പാർട്ട് കണ്ട ആളുകൾ, പ്രേക്ഷകർ മണ്ടന്മാരായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇവർക്ക് തീർച്ചയായിട്ടും എഴുത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് ആ ഒരു സെക്കൻഡ് പാർട്ടൊന്നും കൊടുക്കാതെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ബെറ്റർ ആവേണ്ടതായിരുന്നു. പിന്നെയും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മികച്ച പ്രകടനങ്ങളുണ്ട്. എടുത്തു പറയേണ്ടത് വിജയ് ആന്റണി, അതുപോലെ തന്നെ മേഘ ആകാശ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നായകൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് പൃഥ്വി അമ്പാർ എന്ന് പറയുന്ന ആക്ടർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനമാട്ടെ, അതുപോലെ ധനഞ്ജയ എന്ന് പറയുന്ന ആക്ടറാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു പലിശക്കാരനൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹമാണ് മെയിൻ വില്ലൻ എന്നുള്ളത്. ഇവരുടെയൊക്കെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും സംവിധാനം തന്നെയാണ് സിനിമാറ്റോഗ്രഫി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ മാരകമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അത്യാവശ്യം ചിലയിടങ്ങളിലൊക്കെ തന്നെ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്. കൂടാതെ തരക്കേടില്ലാത്ത മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രഫി ആയിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു നോർമലായിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ ആണോ എന്ന് ആഗ്രഹിക്കുന്നവരെ അത്യാവശ്യം എൻഗേജിങ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോൾ ഇതൊക്കെയാണ് സിനിമയെന്ന് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലോയ്ക്ക്, അത് 2 മണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് ആണ് ദൈർഘ്യം എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിൽ നിന്നും വലിയൊരു ഇമോഷൻസോ, അത് ഈ സിനിമയ്ക്കുള്ളിലൊക്കെ ഒരുപാട് ഇമോഷൻസ് കൊടുക്കുന്നുണ്ട്, അതൊന്നും പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ വേണ്ടി സിനിമയ്ക്ക് ഒരു ടോട്ടാലിറ്റിക്ക് സാധിക്കാതെ പോയി. എന്തായാലും സംവിധാനം കുറച്ചുകൂടി ട്രൈ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞല്ലോ, വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ ഒരു ആക്ഷൻ സിനിമ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആവറേജിന് അടുത്തുള്ളൊരു എക്സ്പീരിയൻസ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ്. സോ ഒരു 5.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-ൽ 5.5. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് അങ്ങനെ വലിയ കീറി മുറിച്ചുള്ള ഒരു പരിശോധന ഒന്നും നടത്താതെ ചുമ്മാ ഒരു കൂളായിട്ടൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് തരക്കേടില്ല എന്നൊക്കെയുള്ള ഒരു ഇതിലേക്ക് എത്തിയേക്കാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാര്യമായിട്ടുള്ള സെക്ച്വൽ കണ്ടന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.